ഹായ്. ഇന്ന് എല്ലാവരും എന്താ പറയുന്ന? എല്ലാവർക്കും സുഖം തന്നെ? എനിക്ക് സുഖം തന്നെ കേട്ടോ. എല്ലാവരെയും കാണണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം ഉണ്ടാക്കി, അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. ഞാൻ കാണിക്കേ. ഇതെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ മത്തിയുടെ കുടലെടുത്ത്, നെയ്മത്തിയുടെ കുടലെടുത്ത് ചീനിയായിട്ട് അവിച്ച് തിന്നുമല്ലേ മിക്ക ആൾക്കാരും അങ്ങനെ കഴിക്കേ. എൻ്റെ അമ്മ എൻ്റെ കൊച്ചിനെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? ഇന്ന് ഞാൻ അയില മേടിച്ചപ്പോൾ അയില മേടിച്ചപ്പോൾ ഞാനത് എനിക്ക് എന്തൊരു സാധനം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതായാലും കെട്ടതായാലും എനിക്ക് എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചാൽ അത് ഞാൻ ചെയ്യും കേട്ടോ. അത് ചെയ്തിട്ടേ മാറത്തുള്ളൂ. എന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല, ആഹാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഇന്ന് അയില മേടിച്ചപ്പോൾ എൻ്റെ മനസ്സിലോർത്ത് എനിക്കൊരാഗ്രഹം തോന്നി. ഈ അയിലെന്ന് വെച്ചാൽ വിറ്റാമിനാണ്. അയില, ചൂര, മത്തി, ചെറിയ മീനൊക്കെ ഉണ്ടല്ലോ, നെത്തോലി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ല വിറ്റാമിനും ഉള്ള കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ചെയ്തെന്നറിയാം, അയില വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എനിക്കിങ്ങനെ ഇച്ചിരി ഇതിൻ്റെ കുടലും പൂവും എല്ലാം കൂടെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി, കുറേ വെള്ളത്തിലൊക്കെ നല്ലപോലെ വൃത്തിയാക്കി, അതിൻ്റെ പരു ഇതെല്ലാം കൂടെ എടുത്ത് ഒരു കുഞ്ഞൊരു ചീനി കിടന്നു. അന്നേരമേ ആഗ്രഹം തോന്നിയത് കേട്ടോ. ആ ചീനിയുടെ കൂടെ അവിച്ച് തിന്നാമെന്ന് ഓർത്ത്. അതെന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ കുരുമുളക്, ചുവന്നുള്ളി, 2 പച്ചമുളക്, ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചതച്ച് കറക്റ്റിന് ഉപ്പുമൊക്കെ ചേർത്ത് ഇതങ്ങോട്ട് എല്ലാം പുരട്ടി വെച്ച് ചീനി കഴുകി ചട്ടി വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആ ചീനി വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് ഈ മത്തിയും ഇതെല്ലാം കൂടെ മത്തിയല്ല, അയിലക്കുടലും പൂവെല്ലാം കൂടെ എല്ലാം അരപ്പൊക്കെ പുരട്ടി ചീനിയുടെ മണ്ടയിലോട്ട് വെച്ചിട്ട് ഒരു ശകലം വെള്ളവും കൂടെ അതിനകത്ത് ഒഴിച്ച് ഒരു നല്ലപോലെ വെന്ത് നല്ലതായി പറ്റി വന്നപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച്, ഇച്ചിരി വെളിച്ചെണ്ണ ചുറ്റിനും ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നല്ല പോലെ ആക്കി. അത് ഞാൻ നിങ്ങളെ ഒന്ന് തിന്ന് കാണിക്കാതെ നല്ല സാധനം കേട്ടോ. കണ്ട നല്ലതാണ്. ഞാനൊന്ന് തിന്ന് നോക്കട്ടെ കൊള്ളാവോന്ന്. സൂപ്പറുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നല്ല സൂപ്പർ. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഒന്നും വരാൻ പോകുന്നില്ല. ഇതൊക്കെ നല്ല വിറ്റാമിൻ. നമ്മൾ എന്ത് സാധനം ഉണ്ടായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു അസുഖമായിട്ട് ഒന്നും വരത്തില്ല. എനിക്ക് ഇത്രയൊക്കെ പ്രായമായല്ലേ, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാനിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. എല്ലാവരും പറയും കൊള്ളത്തില്ല, അഴുക്ക് ചത്തുപോകും, അങ്ങനെ ഞാനാണ്. നമ്മുടെ എന്തുവാ മമ്മൂട്ടി അയില മാത്രം കൂട്ടത്തുള്ളല്ലോ, അതുപോലെ ഇതൊക്കെ നല്ല സാധനമാണ്. ചൂര, നെയ്മത്തി, നെത്തോലി, ചെറിയ ചെറിയ മീന, അയില, ഇതൊക്കെ നല്ല സാധനങ്ങളാണ്. ഇതൊന്നും ഒരു വിഷമല്ല. അതൊന്നും വെച്ചാൽ ചീഞ്ഞതൊന്നും മേടിക്കരുത്, നല്ല പച്ച മീനേ മേടിക്കാറുള്ളൂ. അതിൻ്റെതേ എടുക്കാറുള്ളൂ, ചീഞ്ഞതിൻ്റെ ഒന്നും കൊള്ളത്തില്ല. കണ്ടല്ല, നല്ല സൂപ്പറുണ്ട്. കണ്ട നല്ല രസമുണ്ട്. കണ്ട നിങ്ങളും ഉണ്ടാക്കി തിന്നണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊക്കെ ഓർക്കും ഇവക്കൊന്നും തിന്നാനും കുടിക്കാനില്ല, ഇവളൊക്കെ കെട്ടതൊക്കെ വാരി തിന്നുന്നത്. കെട്ടതൊന്നും അല്ല, ഇത് വിറ്റാമിൻ്റെ കാര്യങ്ങളാണ്. ഏത് ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പറയും ഈ അയില നല്ല സാധനമാണ്. എന്നാൽ ശരി ചേട്ടാ, എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. എനിക്ക് ലൈക്കൊക്കെ തരണം കേട്ടോ. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം, ബെൽ ബട്ടനെ അമർത്തണം. എന്നാൽ ശരി.